ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ എഡിറ്റിങ് വേറെ കാര്യങ്ങളല്ല ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിലൊരു കിടിലും വെറൈറ്റി പോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലോ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിടുന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ ആണെങ്കിലും ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഇടുന്നുണ്ട്, ഫോട്ടോഗ്രാഫിയുടെ വീഡിയോ ഇടുന്നുണ്ട്, ട്യൂട്ടോറിയൽസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോട്ടോ ഇടാനല്ലേ. അപ്പോൾ അതും ഇതുമായിട്ട് എല്ലാം കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് ഇതാണ്. ഇതൊരൊറ്റ പോസ്റ്റാണെങ്കിൽ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കാണാൻ പറ്റും. അതായത് സെയിംലെസ് പോസ്റ്റ് എന്ന് ഇതിൻ്റെ പേര് പറയും. നമ്മളൊരു സിംഗിൾ പോസ്റ്റ് ഇട്ടാലും അതിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നടുക്കൂടെ ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊരൊറ്റ പോസ്റ്റായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അതാണ് സെയിംലെസ് പോസ്റ്റ്. ഇതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് വേണം നമുക്ക് പനോരമ ടൈപ്പിൽ 4:3 ആ റേഷ്യോയിൽ നമുക്ക് ഫോട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം പനോരമ ക്രോപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂ സ്വൈപ്പബിൾ പോസ്റ്റ്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്നാണ് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യമേ നമുക്ക് 2 പാർട്ടായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് നമുക്ക് 3 പാർട്ട്, 4 പാർട്ട്, അങ്ങനെ 10 പാർട്ട് വരെ ആക്കാൻ പറ്റും. ഈ 10 പാർട്ട് ആകുമ്പോഴും ഒറ്റൊരു പോസ്റ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ നടുക്കൂടെ കട്ട് ചെയ്ത വര നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം എനിക്ക് വേണ്ടത് 2 പോസ്റ്റാണ്. ഞാൻ 2 പോസ്റ്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, ക്രോപ്പ് ചെയ്യാവുന്ന ഓപ്ഷൻ. അതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. മാക്സിമം ഇത്രയാണ് അവർ പറയുന്നത്. നമുക്കിതിനകത്ത് എനിക്ക് ഇത്ര മതിയുണ്ട്. ഞാൻ ഈ ഒരു സൈസിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ടിക്കാൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഇതുപോലെ വരും, കണ്ടോ? ഇനി ഈ പോസ്റ്റാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഞാൻ ഇനി ആദ്യത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡുവൽ പോസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് രണ്ടാമത്തെ പാർട്ട് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതായത് നമ്മുടെ ഫോട്ടോ നടുക്കൂടെ കട്ടാവാതെ തന്നെ സ്വൈപ്പബിൾ പോസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം.